ഈ ഇലക്ഷനിൽ റഫാൽ ചർച്ചയാകുമോ? റഫാലിനകത്ത് ഒരു അഴിമതി നടത്തിയിട്ടില്ല. അഴിമതി നടത്തിയ കോൺഗ്രസിന്റെ സമയത്തായിരുന്നു. ആകാശം, ഭൂമി, പാതാളം എല്ലാം അവർ ലൂട്ട് ചെയ്തു. കോൺഗ്രസിന്റെ സമയത്താണ്. എന്തെങ്കിലും ഒന്ന് കാണാൻ ഏതെങ്കിലും പറയോ? പ്രൈം മിനിസ്റ്റർ പേരലായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ച് എന്താ അഴിമതിയല്ലേ ഇത്? 30,000 കോടിയുടെ അഴിമതി. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ 3 സംസ്ഥാനങ്ങളിലും വാക്ക് പാലിച്ചുകൊണ്ട് പേപ്പർ അല്ല കഴിഞ്ഞ ദിവസം റാഫേലിന്റെ പേപ്പർ നിങ്ങൾ പറഞ്ഞു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്സിന് എടുത്തു എല്ലാവർക്കും സംസാരിക്കണം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്സിന് അടുത്ത് നിന്നും എന്തുകൊണ്ട് നിങ്ങൾ ഇത് അംബാനിക്ക് കൊടുത്തു? നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ്റെ കാര്യമാണ്, ഇലക്ഷൻ വരെയാണ്. ഓരോരുത്തർക്കും മോദിയിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മോദി എന്ത് ചെയ്തു, മോദി ചെയ്ത ഗുണങ്ങൾ ആർക്കൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ അവരെന്തായാലും തീർച്ചയായിട്ടും മോദിക്ക് വോട്ട് ചെയ്യും. നമ്മൾ അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോദിക്ക് വോട്ട് ചെയ്യാതിരിക്കില്ല. അയാൾക്കൊക്കെ അനുഭവങ്ങൾ അവർക്കും കിട്ടിയിട്ടില്ല. ഒരു പേർക്കും അറിയാണ്, വെറുതെ പറയുകയാണത്. കിട്ടിയുള്ളവർ തീർച്ചയായിട്ടും മോദിക്ക് വോട്ട് ചെയ്യും. കേരളത്തിലെ അയ്യപ്പസ്വാമി അവഹേളിച്ചുകൊണ്ട് കേരള വശാന്തമാക്കിയത് ആരാണ് കേരള വശാന്തമാക്കിയത്? അയ്യപ്പ ഹിന്ദു മതവിശ്വാസികളെ ഒന്നടങ്കം അവഹേളിച്ചുകൊണ്ട് എന്റെ സുഹൃത്തെ സ്ത്രീ പ്രവേശനത്തിന് ഉത്തരവിട്ടത് സംസ്ഥാന സർക്കാരല്ല, പിണറായി വിജയനല്ല, സുപ്രീം കോടതിയാണ്. മിനിമം രാജ്യത്തെ ഭരണകൂടത്തെ പഞ്ചായത്ത് ധാരണ വേണം. രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ മിനിമം ഒരു ധാരണ വേണം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ ശബരിമലയിൽ കേരള സർക്കാർ അവഹേളിച്ചു എന്നാണ് പറയുന്നത്. ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടാണ് അങ്ങേയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടി തന്നെ പറയട്ടെ. ബി ജെ പിയുടെ സുരേന്ദ്രന്റെ ഫേസ്ബുക്കിൽ അടക്കം പ്രസ്താവിച്ചിട്ടുള്ള ഒരു പബ്ലിക് ഫേസ്ബുക്കിൽ വളരെ പച്ചയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇളവ് നൽകിക്കൊണ്ട് 25 ദിവസത്തേക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് സാർ? ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രനായിരുന്നു. അതുപോലെ ആർഎസ്എസിന്റെ കേന്ദ്ര അധ്യക്ഷനായിട്ടുള്ള കേന്ദ്ര നേതാവ് ഭയ്യാജി ജോഷി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബി ജെ പിയുടെ മുഖപത്രത്തിൽ വിധി വന്നതിന്റെ പിറ്റേ ദിവസം വന്ന വാർത്ത എന്തായിരുന്നു? ഏറ്റവും ശുദ്ധാർഹമായിട്ടുള്ള വിധി എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ഇവരൊക്കെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് അതിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇതിനെ മുതലാക്കിയെടുത്തുള്ള ബി ജെ പിക്കാരാണ്. ബി ജെ പിയിൽ വിശ്വസിക്കുന്നത് പോലുമുള്ള അതുപോലെ തന്നെ കേരള ജനതയെ വഞ്ചിച്ചുകൊണ്ട് തങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള 1 ലക്ഷം മുന്നോട്ട് വഞ്ചി മൊത്തത്തിൽ അവഹേളിച്ചുകൊണ്ട് നിലപാട് മാറ്റിക്കൊണ്ട് ഒരു പുരോഗമനമായിട്ടുള്ള വിധിയെ അവഹേളിക്കുന്നത്